ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക് ടു ഷെർബീസ് ടൈം പാസ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖം സന്തോഷിക്കാനെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ്, അൽഹംദുലില്ലാഹ്, ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. വലിയ നേട്ടങ്ങളല്ല, മറിച്ച് നമ്മുടെ ഈ ചെറിയ അടുക്കളയിലെ സന്തോഷങ്ങളും മക്കൾക്ക് ഭക്ഷണം ഒരുക്കുന്ന സ്നേഹവുമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഇന്ന് സ്നേഹം നിറച്ച ബ്രേക്ക്ഫാസ്റ്റും വെണ്ടക്ക വരട്ടിയതും ലഞ്ച് ബോക്സുകളും മകന്റെ ഹോംവർക്ക് തിരക്കുകളും എല്ലാം നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുന്നു. പിന്നെ ഇതിലുള്ളത് എന്താ വെച്ചാൽ നേരം നമ്മൾ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഒരു പലഹാരം ഒക്കെയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി അനേബിൾ ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇങ്ങനെ കിട്ടിക്കോളും. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ ഉണ്ടാക്കാം കേട്ടോ, നീർദോശയാണ്. അപ്പോൾ ഇത് പല പ്രാവശ്യം ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും വീഡിയോയിൽ പറയുന്നില്ല. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നീർദോശയാണ്. അപ്പോൾ കറി ഞാൻ ഇപ്പോൾ ഉണ്ടാക്കുന്നില്ല കേട്ടോ. കറി വേണോ വേണ്ടേ എന്ന് നോക്കട്ടെ. ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ചു. ആർക്കൊക്കെ കറി വേണം, ആർക്കൊക്കെ കറി വേണ്ടാത്തൊന്നും ഒന്നും യാതൊരു പിടുത്തില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പൊ കറി ഉണ്ടാക്കുന്നില്ല കേട്ടോ. അതുകൊണ്ട് ഇവർക്ക് ഇങ്ങനെ നിന്നോടെ മദ്രസക്ക് പോയിട്ടുണ്ട്. ഞങ്ങൾ വരുമ്പോഴേക്കും എന്താണ് സ്കൂൾക്ക് ലഞ്ചും ഇതൊക്കെ ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ഞാനിവിടെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ എന്താണ് കൊടുത്ത് കഴിഞ്ഞു. അപ്പൊ റൈസ് കുക്കറിൽ നമ്മൾ ചോറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെന്ത് കഴിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ പെട്ടെന്ന് ആയിട്ടുണ്ട്. അപ്പൊ അതോടെ ഞാൻ ഊറ്റിട്ടുണ്ട്. അപ്പൊ ഞാൻ ചായ, അപ്പൊ ആ ചായക്കൊക്കെ ഒന്ന് പൊടിയിട്ടൊക്കെ അതുകൊണ്ട് ഈ ഒരു എന്താ കാസ്ട്രോള് ഞാൻ അടച്ചു വേവിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ 1.5 നായിന്റെ അരിയപ്പം എടുക്കുന്നു കേട്ടോ. രാവിലെ ഉണ്ട് വെച്ചാൽ പിന്നെ ഇങ്ങനെ കൂടുതലും വെക്കാറില്ല കേട്ടോ. അപ്പൊ അങ്ങനെ അപ്പൊ അതാ വെള്ളമൊക്കെ തളിച്ച് വന്നിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് ആവശ്യമായ പൊടി ഇടണം. അപ്പൊ അത് പൊടിയിട്ട് ഇനി എന്താ നമുക്ക് വെണ്ടക്ക വരട്ടിയതൊന്നും ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സവാള കട്ട് ചെയ്യാൻ കേട്ടോ. ഞാനിപ്പത് വെണ്ടക്കനെ വിരട്ടാണോ ചെയ്യുന്നത് യാതൊരു പുറത്തില്ല. എന്താവും നോക്കാം. അപ്പൊ അതാ കുറച്ച് 4 വെണ്ടക്ക ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ചെയ്യാണ്ടായിട്ട് എടുത്തത്. അപ്പൊ അതൊക്കെ നല്ല കട്ട് ചെയ്തത്. ഇനി വിരട്ടിയ എന്താ ഞാൻ വെണ്ടക്കനെ വിരട്ടി പേടിപ്പിക്കുന്ന അതും അറിയില്ല. അപ്പൊ അതിലേക്ക് ആവശ്യത്തിന് ചെറിയൊരു പുളി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്താ അതിലേക്ക് വേണ്ടത്? പച്ചമുളക് വേണം, ഇഞ്ചി വേണം, വെളുത്തുള്ളി വേണം, ചുവന്നുള്ളി ഉണ്ട്, അതും കിട്ടിയാൽ കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ വേണം കേട്ടോ. അപ്പൊ പച്ചമുളകിന്റെ ഒരു പകുതി ഞാൻ എടുക്കണുള്ളൂ, മുഴുവനായിട്ട് എടുക്കുന്നില്ല കേട്ടോ. പിന്നെ കാരണം മുളക് പൊടി ഇടുമല്ലോ, കുറച്ചൊക്കെ ഒരു മുളക് പൊടി ഒരു കളറിന് വേണ്ടി ഇട്ടെടുക്കുന്നതുകൊണ്ട് ഒരു പച്ചമുളകിന്റെ ഒരു പകുതി മാത്രമേ ഇട്ട് കൊടുക്കുന്നുള്ളൂ. അപ്പൊ ഈ ഒരു മിക്സിന്റെ ജാറിൽ പെട്ടെന്ന് ഉളവ് പോകുമ്പോഴേക്കാണ്ട് അപ്പൊ പെട്ടെന്നാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതിൽ തന്നാണ്ട് ചെറുതായിട്ടൊന്ന് എന്താണ് അരച്ചു കൊണ്ടിരിക്കട്ടോ. ഞാനിതിനൊക്കെ വിരട്ടി പേടിപ്പിച്ചു. അങ്ങനെയൊക്കെ ഈ ഒരു സംഭവം ആയി മാറുന്നാ തോന്നുന്നത്. ഏതായാലും ഞാൻ വരട്ടത് ഒന്ന് വിരട്ടി പേടിപ്പിക്കലാകുമെന്ന് അറിയില്ല. ഏതായാലും ഇതിലേക്ക് ആവശ്യത്തിനല്ലേ എന്താണ് ടൊമാറ്റോ കട്ട് ചെയ്യുന്നുണ്ട്. ആവശ്യത്തില്ല ഒരു നിന്റെ പോകുമ്പോഴേക്കല്ല അവൾക്കുള്ളത് പെട്ടെന്ന് ആക്കി വിചാരിച്ചു. അപ്പൊ പാടൊന്നും ഒരുമിച്ച് ആക്കിയാൽ മതി. പക്ഷെ അതിന് തലേന്ന് മുൻകരുതലൊക്കെ വേണം. അപ്പൊ ആ ഒരു തലേന്നില്ല കരുതലുകളും ഏതായാലും ഇല്ല കേട്ടോ. അപ്പൊ നമുക്ക് അപ്പക്കപ്പളയില്ല ഒരു ഇതുള്ളൂ കേട്ടോ. ഇങ്ങനെ തലേന്ന് ഒരു കരുതി വെക്കണം, യാതൊരു പരിപാടികളില്ല. അപ്പൊ ഇതിലേക്ക് എന്താ വെളുത്തുള്ളിയും ചോന്നും ഇട്ടിട്ടില്ല, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അത് ചതച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ ഒരു മണ്ണിന്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള എന്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയത് മിക്സ് ചെയ്യാം. ഇതൊക്കെ ഞാൻ ഒരുപാട് തവണ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഞാൻ ആരെങ്കിലും അറിയാത്തതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ. അല്ലാത്തവർക്ക് ഞാൻ കണ്ടങ്ങനെ പോകാം. പിന്നെ അതാ ആവശ്യത്തിന്റെ ഉപ്പും ചേർത്തി കൊടുക്കുക. ഇത് നന്നാക്കി ഒന്നുകൂടി മിക്സ് ചെയ്യും. ഇനി എന്തൊക്കെ വേണം? അങ്ങനെ ഇതാ ടൊമാറ്റോ, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ആ പേസ്റ്റുകളൊക്കെ കണ്ടല്ലോ അതാണ് കേട്ടോ. അപ്പൊ ഇത് ഞാൻ ആദ്യം ഇടണം വിചാരിച്ചു. ഞാൻ ഇതിന്റെ അടുത്ത് എനിക്ക് തോന്നി ഇതിലേക്ക് കറിവേപ്പില ഞാൻ അവിടെ കഴുകി വെച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് പെട്ടെന്ന് ചിലപ്പോൾ എത്ര കഴുകി വെച്ചാൽ ചിലപ്പോൾ നമ്മളെ കിച്ചണിൽ കാണൂല കേട്ടോ. അപ്പൊ അങ്ങനെ എനിക്കായിട്ട് ഓരോരോ നമ്മൾ അർജന്റായിട്ട് പണിയെടുക്കുമ്പോൾ ഒന്നും ചിലപ്പോൾ എടുത്തൊക്കെ തന്നെ മുമ്പിലുള്ള സാധനം തന്നെ കാണാതെ കിടക്കട്ടോ. ഏതായാലും അതൊക്കെ കണ്ടു കിട്ടി. അങ്ങനെ ഓരോ തിരക്കിന്റെ ഇടയിലുള്ള ഓരോ കുഴപ്പങ്ങളാണ് കേട്ടോ. അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ കുഴപ്പങ്ങളാണെങ്കിലും പ്രശ്നം അതൊന്നും സാരമില്ല കേട്ടോ. അത്രയൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇത് അതിലേക്ക് നമ്മൾ ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഒക്കെ ചേർത്തി കൊടുക്കട്ടോ. കുറച്ചേ ഞാൻ ചേർക്കുന്നുള്ളൂ. പിന്നെ ഇതിലേക്ക് ഞാൻ പുളി കുതിർത്താൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് കുതിർന്നിട്ടില്ല. അപ്പം കുതിർത്തി
ആയിട്ടില്ല ട്ടോ. അപ്പൊ നന്നാക്കി ഇങ്ങനെ എന്താണ് ഒതുങ്ങി അപ്പൊ തന്നെ നമ്മൾ കഴുകി കട്ട് ചെയ്ത് വെച്ച് വെണ്ടൊക്കെ ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അതല്ല, എനിക്കിപ്പോ എല്ലാരും എന്നോട് ചോദിക്കാറുണ്ടായിരുന്നു എന്താ വീട് ഇടലില്ലേ എന്നൊക്കെ എന്റെ മൂത്തമാരും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ ആ ഒരു മൂത്തമാര് ഒരു എന്ത് കേൾക്കണില്ല, എന്ത് പറ്റിയാവും ഇവർക്ക്. അപ്പൊ ഇവർ കാണായിട്ടാണോ ഇത് നോക്കായിട്ടാണോ എന്താ ആവലെ, മൂത്തമാരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് കാണുമല്ലോ, കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ വെച്ചാലും എന്തൊക്കെയാണാവില്ലേ ഇപ്പൊ പ്രത്യേകിച്ച്. അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ഇട്ടാൽ അതിനനുസരിച്ചുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ഇത് എന്താണ് ഇവിടെ ഉമ്മാനോടായിട്ട് ആരോടെങ്കിലും എന്താണ് മറുപടി കിട്ടാനുണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും കിട്ടണില്ല, അതുകൊണ്ടാട്ടോ പറഞ്ഞത്. അല്ലെങ്കിൽ പറയണ വീഡിയോ 2 ദിവസം കണ്ടിട്ട് ഇപ്പൊ വീഡിയോ കിട്ടുന്നതല്ലേ എന്ത് പറ്റിയെന്നൊക്കെ ആ ഒരു ചോദ്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അതുകൊണ്ടൊന്ന് കുറച്ച് ഒരു എന്തൊക്കെ ഒരു ഇത് കേട്ടോ. അപ്പൊ മൂത്തമ്മാന്റെ ഒരു ഇത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അങ്ങനത്തെ ഓരോരോ നല്ല ഇതൊക്കെ കേൾക്കുമ്പോൾ. അപ്പോൾ ഇതാ ഞാൻ പുളി കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ കുതിർത്തി കുറച്ച് നെടുങ്ങി നല്ല അധികമൊന്നും കുതിർന്നിട്ടില്ല കേട്ടോ. ഏതായാലും ഞാൻ ഇതിന്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചെടുക്കുകയാണ്. അപ്പൊ ഇല്ലതൊക്കെ നന്നാക്കി മുറുക്കി പിഴിഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പൊ അത് അങ്ങനെ ഇതുവരെ കടന്നിട്ട് എന്താ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഒക്കെ ഇട്ടല്ലോ, നെല്ല് കിട്ടുന്ന കൂടെ മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടിക്കോട്ടോ. അപ്പൊ അതൊന്നും ഇടക്കിടക്ക് നമ്മൾക്ക് എന്താണ് വെള്ളം വറ്റിക്കണമെന്നൊക്കെ ഒന്ന് പോയോക്കേണ്ടി വരും. അപ്പൊ അത് അടക്കടക്കട്ടെ. അപ്പോഴേക്ക് ബാക്കി ദോശകളൊക്കെ ചുട്ടെടുക്കാനുണ്ട് കേട്ടോ. അതൊക്കെ അട മിക്കട്ടെ. അവളെ ലഞ്ച് ബോക്സിലേക്ക് എന്താണ് ചോറാക്കി കൊടുക്കട്ടെ. കുടുംബക്കാരൊക്കെ തന്നെ എല്ലാവരും ചോദിക്കലുണ്ടായിരുന്നു. 2 ദിവസം വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ എവിടെയും വെച്ച് കാണുമ്പോൾ അങ്ങനെ പറയും എന്താണ് വീടിടാത്തത്, എന്താ വീടിടാത്തത്, വീടൊക്കെ ഇട്ടോളേണ്ടി, അത് എന്തിനാ നിർത്തിയത് എന്നൊക്കെ അവരെന്നെ പറയും. ഇപ്പൊ അവരെ ഒരു ഇതൊന്നും ഇപ്പൊ കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് എന്താ വ്യൂസൊക്കെ കുറവ് തന്നെയാണ്. ഏതായാലും നിങ്ങളൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാണ്. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ്. എന്താണ് നമ്മുടെ കുടുംബത്തിൻ്റെയും ഫാമിലിൻ്റെയും ഒക്കെ എല്ലാവരും ആവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ലഞ്ച് ബോക്സിലേക്ക് ഞാൻ ചോറാക്കി കൊടുത്തു. അപ്പൊ നമ്മളെ വെണ്ടക്ക വരട്ടിയത്. അപ്പൊ വെണ്ടക്ക വിരട്ടിയതെന്ന് പറയാനുള്ള കാരണം എന്താണോ, വെണ്ടക്കനെ വിരട്ടി പേടിപ്പിക്കാം. അങ്ങനെ ഞാൻ വിരട്ടി പേടിപ്പിക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളെ സൂപ്പർ ടേസ്റ്റിയിൽ തന്നെ വെണ്ടക്ക വരട്ടിയത് ആയിട്ടുണ്ട്. അന്ന് എനിക്ക് എന്താണ് ഞാൻ ഫസ്റ്റ് ആയിട്ട് എന്താണ് യൂട്യൂബ് ചാനലും തുടങ്ങി. അന്ന് വെണ്ടക്കന്റെ ഇതന്നെയാണ് ഞാൻ എന്താണ് ഫസ്റ്റായിട്ട് ചാനലിൽ കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് വേറെ ഏതുണ്ടായിട്ടില്ല. പിന്നെ അങ്ങനെ പോയി. പിന്നെ വേറെ ദിവസം അങ്ങനെ ഞാൻ എന്താ തമ്പനയിൽ കൊടുത്തു വെണ്ടക്കന എന്താണ് വിരട്ടിയതെന്ന്. അപ്പൊ ഞാൻ കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഷെയർ ചെയ്തപ്പോ എന്നോട് കുടുംബത്തിലെ ഒരാൾ വന്ന് പറഞ്ഞു, എന്താ പറഞ്ഞതെന്നോ, എന്താണ് വെണ്ടക്കനെ വിരട്ടി പേടിപ്പിക്കുകയാണോ? അത് അങ്ങനെ അങ്ങനെ എന്താണ് വിരട്ടി പേടിപ്പിക്കുകയല്ല. അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് എന്താ ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായിട്ടില്ല. വിരട്ടി പേടിപ്പിക്കുകയാണോ, നീ ഒരു സംഭവം തന്നെയാണ്. അപ്പൊ നീയാണ് വെണ്ടക്കനെ വിരട്ടി പേടിപ്പിക്കുന്നത്. എന്താ പറയാൻ കാരണം, ഇപ്പൊ ഞാൻ തമ്പനയിൽ കൊടുത്തത് വളരെ തെറ്റിയിട്ടുണ്ട്, നല്ല എന്താണ് അടിപൊളിയായിട്ട് തെറ്റിയിട്ടുണ്ട്. അപ്പൊ അത് എനിക്കറിയില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, മലയാളത്തിനെ ശുദ്ധ മലയാളം ആക്കിയിട്ടതാണ് കേട്ടോ. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അപ്പൊ ശുദ്ധ മലയാളം അത് വിരട്ടിയതെന്നായി. അത് അങ്ങനെ നമ്മൾ എന്താ അവരെ വിരട്ടരുത് എന്നൊക്കെ പറഞ്ഞേക്കല്ലേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. അപ്പൊ എന്നോട് പറഞ്ഞു വെണ്ടക്ക വിരട്ടിയത് നല്ല വരട്ടിയത് എന്നാണ്. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ ശുദ്ധ മലയാളം കൊടുത്തു. അപ്പൊ ഞാൻ എന്റെ ഓഫീസിലൊക്കെ വർക്ക് ചെയ്തവരോട് അങ്ങനെ പറഞ്ഞു മലയാളം അങ്ങനെ ശുദ്ധ മലയാളം ഒക്കെ ഒന്നും വേണ്ട, അപ്പൊ അങ്ങനെ അറിയുന്ന മാതിരിയൊക്കെ കൊടുത്താൽ മതി അങ്ങനെയൊക്കെയാണ്. അപ്പൊ അങ്ങനെ അവളുടെ ലഞ്ച് ബോക്സിലേക്ക് എല്ലാം ആക്കി വാട്ടർ ബോട്ടിലൊക്കെ വാട്ടറൊക്കെ നിറച്ച് അവള് പോകാൻ കേട്ടോ. ഇപ്പോൾ മനസ്സിലായല്ലോ ഞാനൊരു സംഭവമാണെന്ന്. ഏതായാലും ഞാൻ ആ തെറ്റി ആവർത്തിക്കൂല എന്ന് മനസ്സിലായി. അപ്പൊ അത് ഞാൻ പടം പഠിച്ചിട്ടോ. അപ്പൊ അങ്ങനെ വെണ്ടക്ക വിരട്ടിയത് നല്ല പറയാം, വരട്ടിയത് എന്നാണ്. അപ്പൊ ശുദ്ധ മലയാളം ആക്കി കൊടുത്തപ്പോ എന്തൊക്കെ ഒരു ഫാൾട്ട് വന്നു. അത് നന്നാക്കി ശുദ്ധ മലയാളം ആക്കിയപ്പോ അത് വിരട്ടി പേടിപ്പിക്കാനായി. അപ്പൊ ഞാൻ ആരെ വിരട്ടി പേടിപ്പിച്ചത്, വെണ്ടക്കനെ, വേറെ ആരും അല്ല, വെണ്ടക്കനെ മാത്രം. അല്ലാത്തവരെ ഒന്നും വിരട്ടി പേടിപ്പിക്കാനുള്ള ധൈര്യം എനിക്കില്ല. ഏതായാലും അങ്ങനെ ജിതുമോൻ അങ്ങനെ എന്താണ് അവള് പോയി. അപ്പൊ ജിതുമോനോടെ കുറച്ചേരം വണ്ടിയിൽ പിന്നെ ഈ അടുത്തത് നമുക്ക് ബാക്കിയില്ല അങ്ങനെ കുറച്ച് ഇങ്ങനെ ചുട്ടുകാണ് ഇങ്ങനെ നിർത്തി. അപ്പൊ ബാക്കിയുള്ള നിർദോഷം കൂടിയൊക്കെ ചുട്ടെടുക്കട്ടെ. ജിതുമോന്റെ സ്നാക്സ് ബോക്സ് ഇതാക്കി കൊടുക്കണം. നമ്മുടെ നീർദോശന്റെ എന്താണ് മാവില് അതിന്റെ ബാറ്ററിൽ എന്താ പറയാ വെള്ളം കയറിയതാണെന്ന് അറിയില്ല. ചട്ടിനും കിട്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ദിവസം തന്നെ ചട്ടി എടുക്കാഞ്ഞാലും അങ്ങനെയൊക്കെ ആ പ്രശ്നങ്ങളൊക്കെ വരും. അങ്ങനെ അവന്റെ ബോട്ടിലേക്ക് എന്താ വെള്ളം നിറച്ചു കൊടുത്ത് അതും അവന് പറഞ്ഞേക്കാനായിട്ടില്ല. എന്താ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കാനുണ്ട്. അപ്പൊ ആ ചട്നിക്കറി. അപ്പൊ ഉമ്മ പറഞ്ഞു എനിക്ക് എന്തെങ്കിലും കറി വേണം പറഞ്ഞാണ്ട്. അപ്പൊ ചട്നിക്കറി ഒന്നും ആരും കൂട്ടിയിട്ടില്ല കേട്ടോ. ഇവിടെ ഞാനും കൂട്ടിയില്ല. പിന്നെ അവരൊക്കെ പോയാൽ ശരിക്ക് ചട്നിക്കറിയൊക്കെ കൂട്ടിയിട്ട് ചായ കുടിച്ചിട്ടോ. അപ്പൊ നല്ല രസം. കുറെ ദിവസം കൂട്ടുമ്പോ ഉണ്ടാവൂലേ ചട്നിക്കറിക്കൊക്കെ ഒരു ടേസ്റ്റ്. അപ്പം കൂട്ടായി എന്നിങ്ങനെ ഒരു ഇതാവുമ്പോഴാണ് രസമില്ലാത്തത്. അപ്പൊ ഇത് അവന്റെ സ്നാക്സ് ബോക്സിലേക്ക് ഞാൻ ഇത്
അപ്പൊ എന്നോട് ഞാൻ ചോദിച്ചു എനിക്ക് ചട്നി കറി വേണം, ചട്നി എന്താണ് കൊണ്ടുപോകാനാണ്. അപ്പൊ അവൻ പറഞ്ഞു ആ വേണം പറഞ്ഞു. അങ്ങനെ അത് ഞാൻ കൊടുത്തേച്ച് വിട്ടുന്നു. കൊടുത്തേച്ച് വിട്ടു എന്നല്ലാതെ ഒരു കാര്യം ഉണ്ടായില്ല വെറുതെ അതുപോലെ തന്നെ കൊണ്ടുവരണം. എന്ത് എടുക്കാന്ന് ചോദിച്ചപ്പോ ഞാനത് കണ്ടിട്ടില്ലാന്ന് ഇതുമാ അങ്ങനെ പറഞ്ഞു എന്നോട്. അങ്ങനെ എന്താണ് അവന്റെ ബാഗ് ഞാൻ എന്താണ് കഴുകിയാണ്ട് ഞാൻ ഇവിടെ എന്താണ് ഡ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഈ റൂമിൽ എത്തിനെ അപ്പൊ ഫാനിന്റെ കാറ്റും കൊണ്ട് ഇങ്ങനെ ഉണങ്ങിക്കോളും വിചാരിച്ചിട്ട് അപ്പൊ അവിടെ സൂക്ഷിപ്പിക്കുന്നുണ്ട്. അപ്പൊ ഷിപ്പൊക്കെ അതിന്റെ ഇതൊക്കെ തുറന്നു കാണ്ട് ഞാൻ ഇവിടെ കാറ്റുള്ള വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് ഉണക്കിട്ടോ. അവന്റെ ബാഗ് എന്താണ് ഓരോ വെള്ളിയാഴ്ച കേൾക്കിയിട്ടില്ലെങ്കിലോ ഓനെ എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുവരണം. അങ്ങനെയൊക്കെ കേട്ടോ അത് ഓനെത്ര പറഞ്ഞിട്ടാലും അങ്ങനെ ഞാൻ ചെയ്യല. അപ്പൊ എന്താ ഇവിടുത്തെ ജനാലൊക്കെ നല്ല തുറക്കട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. ഇനി എന്താണ് വൈകുന്നേരം ആകുമ്പോൾ നമുക്കൊരു ഈവനിങ് സ്നാക്സ് ആയിട്ട് അത് റെഡിയാക്കണം. അപ്പൊ അത് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ആദ്യം ഇവനൊക്കെ നല്ല പറഞ്ഞേക്കട്ടോ. പറഞ്ഞയച്ചിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് ഫോം അത് ഇതൊക്കെ ഒന്ന് ഫില്ല് ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പൊ നീ എന്താണ് അവന്റെ ഹോംവർക്കും ഒക്കെ ചെയ്യാനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ അവന് ചെയ്യിക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്താ വെച്ചാല് പുറത്തേക്ക് എന്തിനു വേണ്ടിയിട്ട് പോയതാണ്. അങ്ങനെ രണ്ട് മൂന്ന് മയിലുകളെ കാണുന്നുണ്ട്. അപ്പൊ ആ ഒരു വീഡിയോ എടുത്തതാട്ടോ. അപ്പൊ എനിക്ക് ചിലപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വരുമ്പോഴൊന്നും ഇങ്ങനത്തെ സംഭവം കിട്ടാറില്ല കേട്ടോ. അപ്പൊ എടുക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് പാറിപ്പോകും, പിന്നെ കിട്ടാറില്ല. അങ്ങനെയൊക്കെയാണ് കഥകള്. ഈ മയിലുകളെ ഞാൻ എന്താണ് 3 മൈൽ ഏതായാലും കിട്ടും. അപ്പൊ ഞാനത് വീഡിയോയില് ഫുള്ളായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. അങ്ങനെ ആയതിന്റെ ഇടയിൽ പെട്ടെന്നൊരു പെട്ടെന്ന് പാറിപ്പോയി. എന്റെ ഇത് കണ്ടോ എന്തൊരു ശബ്ദം കേട്ട് കണ്ടോ എന്താ ആ ഒരു ഇതിനാണ്ട് പെട്ടെന്ന് പാറിപ്പോകേണ്ടി. പിന്നെ എനിക്കതൊന്നും വീഡിയോയിൽ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതൊക്കെയാണ് ഇനി അടുത്തത് നമ്മളെ ജിതുമോനെ അവർക്ക് ചെയ്യിപ്പിക്കണം. അവന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി എടുക്കണം. എല്ലാം അവര് ഒറ്റക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഞാൻ അടുത്ത് വേണം, അപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്താ മഴ പെയ്യുന്നുണ്ടോ എന്തൊക്കെ ഒരു ഇതില്ലേ മഴക്കൊക്കെ ഒരു ഒരുക്കുണ്ട്. അപ്പൊ അങ്ങനെ അവന് അവർക്ക് ചെയ്യാല്ലേ ഒരുക്കത്തിലുണ്ട്. അപ്പൊ അവൻ അങ്ങനെ ചെയ്യട്ടെ. അപ്പൊ ബാക്കി കാര്യങ്ങൾ എന്താ പിന്നീട് എന്തൊക്കെയാന്ന് നോക്കാണ്ട് ഏതായാലും അവൻ ചെയ്യട്ടെ. അപ്പൊ അവർക്ക് ചെയ്യാൻ നിൽക്കുമ്പോണ്ടല്ലോ ഓരോരോ പ്രശ്നങ്ങൾ. മായ്ക്ക റബ്ബർ നമ്മളെ ഇറേസർ വേണ്ടത് കാണൂല, അത് നീ തെരഞ്ഞെടുക്കണം. എത്ര ഓരോന്നും ഇങ്ങനെ കൊടുത്തു വിട്ടാലും ഇങ്ങനത്തെ ഓരോ സംഭവം കൊടുത്തേക്കൊന്നും പിന്നെ കാണൂല. എന്താ ചെയ്യുന്നത് എനിക്കറിയില്ല. പിന്നെ ഞാൻ അതിനെ കുറിച്ച് കൂടുതലൊന്നും പറയാൻ പോകാറില്ല. ഇവിടെ ഉള്ളതൊക്കെ കൊടുക്കും. അങ്ങനെ അവന് പോവാനായി. അപ്പൊ മുറ്റത്ത് കുറച്ച് വീടെടുത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇതൊക്കെയാണ്. അടുത്തത് എന്താ ഈവനിങ് സ്നാക്സ് ആയിട്ട് ഒരു ഗോതമ്പ് ഇതൊക്കെ ഉണ്ടാക്കണം. ഇപ്പൊ എന്താ ഉണ്ടാക്കാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് എനിക്ക് പെട്ടെന്നൊരു സംഭവം ഓർമ്മ വന്നത് കേട്ടോ. കുറച്ച് അരിപ്പൊടി ഇവിടെ ബാക്കിണ്ട്, കുറച്ചായിട്ട് ഒരു മുഴുവനായിട്ട് ഒരു കാര്യത്തിനുമില്ല. പിന്നെ കുറച്ച് ഗോതമ്പ് പൊടിയും ബാക്കിണ്ട്. അത് ഫുള്ളായിട്ടുള്ള വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അപ്പൊ ജിതുമോന് ഫോൺ വേണമെന്ന് പറഞ്ഞപ്പോ ഞാൻ അവന്റെ കയ്യിൽ ഇരിക്കട്ടെ വിചാരിച്ചു. അപ്പം ഈ കുറച്ച് ഗോതമ്പ് മാവും ഗോതമ്പിന്റെ പൊടി അരിപ്പൊടി ഒക്കെ ചേർത്തിക്കാണ്ട് ഒരു ഇതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ചോറും ഒക്കെ ചേർത്തിട്ട് ചോറും പഴവും എന്ത് ചെറുപഴല്ലേ മൈസൂർ പഴമൊക്കെ ആണെങ്കിൽ അതൊക്കെ നന്നാക്കി ചോറും മൈസൂർ പഴം കുറച്ച് 2-3 ഏലക്കായി ഒക്കെ ചേർത്തിട്ട് പിന്നെ കുറച്ച് തേങ്ങയും ഒരു സുമാർ അളവിലുള്ള തേങ്ങയൊക്കെ ചിരകി എടുത്തിട്ട് നന്നാക്കി ഒന്ന് കുഴച്ചിട്ട് ഇതിലേക്ക് കുറച്ച് ഞാൻ അതിലേക്ക് ചേർത്തി കൊടുത്തത് കുറച്ച് നമ്മളെ നല്ല ജീരകമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടാവും. നല്ല ജീരകം ഞാൻ അരക്കണേക്ക് ചേർത്തിട്ടില്ല. അത് ഞാൻ ഈ ഒരു മാവുക്കണ്ട് ചേർക്കാൻ വിചാരിച്ചു. അപ്പൊ ഞാൻ ഇതിനോട് എന്ത് ചെയ്തു, ഒരു കട്ടിപ്പത്തിരി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ ആ കട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടില്ല. പിന്നെ ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിൽ കട്ടിപ്പത്തിരി എന്ന് വിചാരിച്ചു നോക്കുമ്പോൾ അത് ആയത് കുറച്ച് പഴം ഇട്ടതോട് കൂടി പഴവും കുറച്ച് ചോറും ഒക്കെ ചേർത്തത് കൂടി കുറച്ച് ലൂസായിപ്പോയി. അപ്പൊ ഇത് എന്തെങ്കിലും ആവല്ലോ എന്നുള്ളൊരു ധൈര്യത്തിലാണ്ട് നമ്മള് ഒരു മാവാക്കിട്ടോ. അപ്പൊ അങ്ങനെ ഒരു ഈവനിങ് സ്നാക്സ് ആയിട്ട് ഇത് എന്താ പറയുന്നത്, ഇതിന്റെ പേരൊന്നും അറിയില്ല. അങ്ങനെ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട്. അപ്പൊ നെയ്യപ്പോ എന്ത് പേരാ എനിക്ക് പേര് അറിയുന്നില്ല കേട്ടോ. അപ്പൊ ഇങ്ങനെ ഒരു ഇതായതുകൊണ്ട് ഗോതമ്പ് പത്തിരി, എന്താ പറയാ ഗോതമ്പും അരിപ്പൊടിയും ചേർത്ത് പഴം ഇതൊക്കെ കൂട്ടി ചേർത്തിട്ട് ഒരു നെയ്യപ്പം അങ്ങനെ വേണമെങ്കിൽ വിൽക്കാം. എന്തായാലും ഒരു വന്നപ്പോഴേക്ക് ഈവനിങ് സ്നാക്സ് ആയി. മക്കൾ വന്നപ്പോഴേക്ക് ഈവനിങ് സ്നാക്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എങ്ങനെയായാലും ഇത് നല്ല അടിപൊളി തന്നെ ആയിട്ട് ഇത് ഇങ്ങനെ നിൽക്കുന്ന കാര്യമില്ല കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ട് തന്നെ അവർക്ക് പിന്നെയും കഴിക്കാൻ തോന്നാം. അപ്പൊ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഞാൻ കട്ടിപ്പത്തിക്ക് വിചാരിച്ചത് അത് റെഡി ആയില്ല. അപ്പൊ നമ്മൾ എന്ത് സാധനം ഉണ്ടാക്കിയാലും അത് എന്തെങ്കിലും ഒക്കെ ആവില്ലോ എന്നുള്ളൊരു ധൈര്യം വെച്ചിട്ടാണ് ഉണ്ടാക്കി. വേറെ ആർക്കൊന്നും അങ്ങനെ ആ ധൈര്യം വെച്ചിട്ടൊന്നും ആവണ്ട കേട്ടോ. ഞാനിവിടെ വീട്ടിൽ പിന്നെ വേറെ ഇതൊന്നും കേൾക്കാനൊന്നും ആരില്ല. അപ്പൊ ഞാനും ഇന്നും കുട്ടികളും മാത്രമുള്ള ആരും തന്നെ കേൾക്കില്ല. വേറെയൊക്കെ ഈ ഒരു വീഡിയോ കണ്ട് ചെയ്തോട്ടാലേ കിട്ടേണ്ടത് ഒന്നും എൻ്റെ ഒന്ന് കിട്ടുന്ന ചെയ്യൂട്ടോ. അപ്പൊ ആ പരിപാടിക്കൊന്നും നിൽക്കണ്ട. അപ്പൊ ശരിയാവുന്നില്ല. ഇത് കുറെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ട് മാത്രം ഓരോ കാര്യങ്ങൾക്ക് വിട്ടിട്ടോ. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും ഏറ്റെടുക്കാറില്ല. കാരണം എനിക്ക് നല്ല പേടി തന്നെയാണ്. പക്ഷെ ഇവിടെ വന്നാൽ നമുക്ക് അതിഥികളെ സ്വീകരിക്കുക
ഇവിടെ ഉള്ളതൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യും. പക്ഷെ നമ്മൾ ഒരാളെ വിളിച്ചു വരുത്തിക്കാണ്ട് ആ ഒരു സാധനം ഉണ്ടാക്കുമ്പോൾ ഒരു നാശായ പിന്നെ അതിന് കുറച്ച് ഇതുണ്ടാവും, അതൊരു പേടിയുണ്ടോ. വരുന്നവര് അങ്ങനെ ആരും ഇതുവരെയായിട്ട് കുറ്റം പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. അങ്ങനെ എന്താ പക്ഷെ നമുക്കൊരു ഇതല്ലേ, അത് നന്നായിട്ടില്ലെങ്കിൽ ഒരു മോശമായ സാധനം കൊടുക്കാൻ വിളിച്ചു വരുത്തിക്കാണ്ടൊക്കെ ആകുമ്പോൾ അപ്പൊ അത്തരം കാര്യങ്ങൾ ഞാൻ ഏറ്റെടുക്കാറില്ല എന്നാ പറഞ്ഞത്. അപ്പോൾ ഇതിനോട് കിട്ടായിട്ട് ഞാൻ പപ്പടം കുത്തിയെടുക്കാൻ കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം എന്താണോ അത് കമന്റ് ആയിട്ട് അറിയിക്കുക. ഇൻഷാ അല്ലാഹ് അതിനനുസരിച്ചുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു അടിപൊളി വീഡിയോ വീണ്ടും ഞാൻ എത്തിയിരിക്കും. അതുവരെ എല്ലാവരും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ, താങ്ക് യു.